അപ്പോൾ ഇന്ന് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി തൃശ്ശൂർ പോവാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ മൂക്കുത്തി. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ മൂക്കുത്തി ഇന്ന് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പട്ടാമ്പി വഴിയാണ് പോകുന്നത്. പട്ടാമ്പി സ്റ്റാൻഡിലെത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് ഫുള്ള് വവ്വാലാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള മരത്തിലൊക്കെ നിറയെ വവ്വാലുണ്ട് കേട്ടോ. പണ്ട് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഇത്രയും വവ്വാലിനെ ഒന്നിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇതാ പട്ടാമ്പിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ടോ പട്ടാമ്പി പാലം. ഇപ്പോൾ വെള്ളം നന്നായി കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് പ്രളയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാലത്തിന് മുകളിലൂടെ ആട്ടോ വെള്ളം പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത്യാവശ്യം നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇതേ അവിടെ ഒരു തോണി ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ഒരു തോണി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് പോകുന്നു. നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ അമല ഹോസ്പിറ്റലിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവരെ പോയി കണ്ടു, സംസാരിച്ചു. നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്കെല്ലാം ഞങ്ങൾ രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ നേഴ്സുമാരുടെ സ്ട്രൈക്കാണ്, എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പോന്നു. അപ്പോൾ തൃശ്ശൂരും ഞാനും തമ്മിലൊരു വല്ലാത്ത ബന്ധമുണ്ട്, ഒരു പരീക്ഷാ ബന്ധമാണ് കേട്ടോ. ഞാൻ എം.കോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സെമസ്റ്റർ എക്സാമൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകളിലായിരുന്നു. അപ്പോൾ തൃശ്ശൂരുള്ള അങ്ങുള്ള കോളേജുകളിൽ എക്സാം എഴുതിയിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട് കേട്ടോ തൃശ്ശൂരായിട്ട്. പിന്നെ ഇത് കലാമണ്ഡലമാണ്. ഞാൻ ഇതിനകത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇത് ചെറുതുരുത്തി പാലാണ്. പോകുമ്പോൾ നമ്മൾ പട്ടാമ്പി പാലം കണ്ടില്ലേ, അപ്പോൾ ഇനി തിരിച്ച് വരുമ്പോൾ ചെറുതുരുത്തി പാലാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലത്തെത്തി. ഒറ്റപ്പാലത്തെത്തിയപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടോ. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.